അപ്പൊ ചങ്കാളെ, ഞാൻ നിങ്ങളെ ഇന്ന് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിക്ക് നിങ്ങളെ കൊണ്ടുപോകട്ടോ. അപ്പൊ നിങ്ങളിത് മുഴുവൻ കാണണം. ഒരു 100 രൂപക്ക് എത്ര ടെസ്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നത് അറിയോ? ഇത് നാട്ടിൽ നിന്നൊരു കാള് തന്നാട്ടോ, അത് എൻ്റെ കയ്യിൽ. ഞാനിന്ന് ഇവിടുത്തെ ടെസ്റ്റിങ്ങോ മെഷീനറീസോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഒന്നും ഞാൻ ഇപ്പോൾ കാണിക്കണം ചേട്ടാ. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. പിന്നെ ഞാനിവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കണമെന്നുള്ളത് ഞാൻ ഫോൺ വിളിച്ചറിയിക്കാം കേട്ടോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു കണ്ണാശുപത്രി കേട്ടോ ഈ അരവിന്ദ് കണ്ണാശുപത്രി. ഞാനിതിൻ്റെ തെല്ലോളം ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഇവിടെ മാസങ്ങളോളം നിൽക്കേണ്ടി വരും മക്കളെ. കണ്ണിൻ്റെ ചെറുതോ വലുതോ ആയ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട് കേട്ടോ. ഇവിടെ പല രാജ്യത്തിലുള്ള ഡോക്ടർമാരുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇപ്പം എൻ്റെ കണ്ണ് കുറേ ഡോക്ടർമാർ നോക്കി, പക്ഷേ ആഫ്രിക്കയിലെ ഡോക്ടർ നോക്കിയപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയത് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ചികിത്സിക്കണമെങ്കിൽ എത്രങ്ങാനും പൈസ ചിലവാകുന്നത്. എന്നാൽ ഒരിക്കലും ഇല്ല കേട്ടോ മക്കളെ. ഇവിടെ പൈസക്കും കുറവാണ്, നല്ല നല്ല ഡോക്ടർമാരുണ്ട്, നല്ല ട്രീറ്റ്മെൻറ്റുമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ ഇതിൻ്റെ പരസ്യം പറയണം. ഒരിക്കലും ഇല്ല കേട്ടോ. ആരും എന്നോട് പറഞ്ഞല്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ കൊല്ലങ്ങളോളായിട്ട് ഇവിടെ വരുന്നുണ്ട്. അനുഭവം പറഞ്ഞാൽ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പലരും വന്നിട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോരാന്നുള്ള ചിന്തയൊന്നും എനിക്കുണ്ടാവില്ല. ഞാൻ ഒരു ടൂറ് പോകുന്നത് അതേപോലെ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിക്കാരം കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാടുന്ന ആ പാട്ട്. ഈ പാട്ടേ ഇവിടുത്തെ ഡോക്ടർമാരും ജീവനക്കാരും കൊറോണ സമയത്ത് പാടിയ പാട്ടാട്ടോ. നമ്മളെ കണ്ണിനെ കുറിച്ചും കണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഞാൻ ഇനി കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്തായാലും പുറത്ത് പോവുകയാണ്. ഇനി കൂടുതൽ വിശദീകരമായിട്ട് ഞാൻ പിന്നെ ഏറെ ദിവസം വേണ്ട. എനിക്ക് ഇനി വരാണ്ടല്ലോ അങ്ങോട്ട് 3 മാസം കഴിഞ്ഞ് ഇനി വരാണ്ട്. അപ്പം ഞാൻ കുറച്ച് ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ട്. అందరికి సరి ఆదరణ ఉంది, అంకిత భావము కల సిబ్బంది ఉంది, అనవసర అంధత్వ నివారణకై అరవింద్ 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 ఇది ఆదరణ నిండిన ఆలయం. కన్నులకు వెలుగును ఇస్తావు, కొత్త జీవానికి దారి చూపిస్తావు. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കി പെടുത്ത എന്താ രസമല്ലേ. ഹോസ്പിറ്റലിൽ കാണാൻ ഭയങ്കര രസമായി. വാ, പിന്നെ ഇവിടെ പുറത്ത് നല്ല സംഗതികളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾ കണ്ടോ എൻ്റെ മുന്നിലൊരു പാലം. ഇത് എന്ത് വലിയ പാലാന്നാണ് വിചാരിച്ചത് നിങ്ങൾ? ഓൻ്റെ അമ്മോ, അടിപൊളി. പിന്നെ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടോ റൂമുള്ളത്. അപ്പോൾ എന്താ റൂമിൻ്റെ അടുത്ത് ഞാൻ കാറ് നിർത്തി. കാറ് ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ വലിയ പുളിയച്ചാറും വാങ്ങാനുള്ള പൈസ ഉണ്ടോ ഞാൻ ബാഗിൽ നോക്കട്ടെ. അപ്പുറത്ത് കുറച്ച് നടക്കണേ. കുറച്ച് പറഞ്ഞാലേ ഒരു നിങ്ങളുള്ളൂ. ഈ റോഡ് അതാ ഈ പാലം ഒന്നും മുറിച്ച് കടന്നാൽ മതി. മുറിച്ച് കടന്നാൽ പോരാ, കുറച്ചും കൂടെ നടക്കാണ്ട്. പോയോക്കുക. ഓട്ടോറിക്ഷൻ്റെ ഇവിടെ ചോദിച്ചോട്ടെ, എനിക്കാണെങ്കിൽ തമിഴ് അറിയില്ല. ഞാൻ ഇയാളെ മുന്നിൽ മെയിനാവാൻ വേണ്ടിയിട്ടേ തമിഴാണ് സംസാരിച്ചു. കുറേ സംസാരിക്കുന്ന തള്ളി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് മൂപ്പര് മലപ്പുറം ഭാഷ കിട്ട് ഇജ്ജ് കുജ്ജ് നടക്കാനും കണ്ട് പറയാൻ തുടങ്ങിയത്. ഏതായാലും സംസാരിച്ച് ഞങ്ങൾ നല്ല കമ്പനിയായി. അവസാനം മൂപ്പര് ഇങ്ങനെ സത്യം തന്നെ പറഞ്ഞിട്ടാ, നിങ്ങൾക്ക് ഈ റോഡ് അപ്പുറത്തൊക്കെ മുറിച്ച് കടന്നാൽ കുറച്ച് നടക്കാനുള്ളൂ, ഓട്ടോറിക്ഷക്കൊന്നും പോയാൽ ഞങ്ങൾക്ക് മുതലാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ സാധാരണ ആൾക്കാരൊക്കെ അയച്ച് ഞാൻ കയറിക്കോളി ഇതാന്ന് നടക്കാണ്ട് പിന്നെ പൈസക്കൊക്കെ വേണ്ടി പോകും. പക്ഷേ മൂപ്പര് എന്നോട് സത്യം പറഞ്ഞു, നിങ്ങൾ ഓട്ടോറിക്ഷക്ക് പോകണ്ട, അതിനോട് പോയാൽ മതി എന്നുള്ള സത്യം പറഞ്ഞു. എന്തായാലും സംസാരത്തിൻ്റെ ഇടയിൽ മൂപ്പർക്ക് ഞാനൊരു യൂട്യൂബറാണെന്ന് മനസ്സിലായപ്പോഴേ മൂപ്പര് ഈ മുഖം എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ തന്നെ നടക്കാൻ നോക്കുമ്പോൾ മൂപ്പരിൻ്റെ ഫോളാണേ. അത് രസം. അല്ലെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ ഫാൻസുകളുണ്ട് കേട്ടോ. അത് നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇവിടുത്തെ ഇയാളുടെ അടുത്ത് നിന്ന് പോട്ടെ. ഇയാൾ കേരളത്തിലൊക്കെ വരുമ്പോൾ ഇനി മലപ്പുറമൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ റോഡ് മുറിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നോക്കട്ടെ കേട്ടോ. റോഡ് മുറിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ബൈക്കുമ്പോൾ ചായയും കടി ഇതുമേ എന്തെല്ലാം. ഞാൻ എന്നിട്ട് ഇയാളോട് ചോദിച്ചു എങ്ങനെയാണ് ചായക്ക് എങ്ങനെയാണ് ഇതെന്താ കടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബിസ്ക്കറ്റിന് ഇത്ര മുട്ടായി കേട്ടോ. മുട്ടായിക്ക് എത്ര ചോദിച്ചു. അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലുള്ളതായി വരെ തന്നെയാണ്. പിന്നെ തൊട്ടപ്പുറത്തൊരു ബിസ്ക്കറ്റ്, അതിൻ്റെ ഒരു വാസന എന്താ അടിപൊളി നല്ല. കണ്ടോ അയാൾ തിന്നണ കണ്ടപ്പോഴേ എനിക്ക് ചെറിയൊരു മണം വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ ഇപ്പോൾ കീസ് നിർത്തിക്കണോ പരിപ്പാട് എടുത്ത് കാണിച്ചു തരുന്നു. ഇപ്പോൾ പരിപ്പാടി ഉണ്ട് എന്ന് ഞാൻ പരിപ്പാടി ഉണ്ടോ എനിക്ക് വേണ്ട, എനിക്ക് ആ ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ 8 രൂപ ഉള്ളൂ ഈ ബിസ്ക്കറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ 10-12 അല്ലേ. അപ്പോൾ നല്ല രസമുള്ള ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് കേട്ടോ.
ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ 10 രൂപയൊക്കെ ഉണ്ട് എന്നൊക്കെ. ഏതായാലും ആ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഗൂഗിൾ പേ ഒക്കെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഓലിക്ക് ബിസ്ക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ ചായ വേണ്ട, ചായയിലൊക്കെ ഒരു മധുരം എടുക്കും. അപ്പോൾ മധുരം വേണ്ട വിചാരിച്ചു. അപ്പം അങ്ങനെ നല്ല കണ്ട ഓലെ ബേക്കുമ്പോഴാണ് ഈ കച്ചവടം നടക്കുന്നത്. എന്തെല്ലാം ഇമ്മയും ബാപ്പില്ലാത്ത മുഴുവൻ സാധനം ഉണ്ടാവും. മെല്ലിനെ പോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റും അതിൻ്റെ എന്തോ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഭയങ്കര രസം. ഇനിയിപ്പോൾ എന്ത് കണ്ട് നിങ്ങളെ തൊള്ളിയിൽ വെള്ളം പൊട്ടിയിട്ട് കാര്യമില്ല, തമിഴ്നാട്ടിൽ വന്ന് കാണാൻ തിന്നോളൂ. അങ്ങനെ ഞാൻ മുറിച്ച് കിടക്കുന്ന ഭാഗത്തൊക്കെ എത്തിയിട്ടാണ്. നമ്മളെവിടെ ആണെങ്കിലും കണ്ടില്ലേ സീബ്ര ലൈന് അവിടെ അങ്ങനെ തന്നെയാണ്. അത് പാലത്തിൻ്റെ ചോട്ട് കൂടെ കേട്ടോ, അത് മനസ്സിലാക്കണം. കണ്ടോ ഇവിടെ പച്ച കത്താതെ ഇവിടുന്ന് ഒരു മനുഷ്യൻ അങ്ങോട്ട് കിടക്കാൻ പാടില്ല. കാരണം അത്ര സ്പീഡിലാണ് വരുന്നത്. കണ്ടോ എന്തോ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ആരെയും ഇനി കണ്ടോ അവിടെ അങ്ങനെ ചുവപ്പ് 41, 40 അങ്ങനെ ഇനി പച്ച കത്തും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിലുപരി വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഓലിതിൽ അനൗൺസ് ചെയ്യും, നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ പോവാനുള്ള ടൈമായിട്ടോ എന്നുള്ള ഓരിങ്ങനെ വിളിച്ചാലും തമിഴിൽ. ഭയങ്കര ഭയങ്കര അത്ഭുതം അതൊക്കെ. കണ്ടോ കണ്ടോ അവിടെ പച്ച കത്തിയില്ലേ, ഇനി പോവാ പോരി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അനൗൺസ്മെന്റ്. வாகனங்கள் நிற்கவும். பாலதாரிகள் இப்பொழுது 9, 8, 7, 6, 5, 4, 3, 2, 1. എന്നാ ഞാൻ പോരി. എൻ്റെ റൂം അത് ഔട്ടാണ് കേട്ടോ, കുറച്ചുകൂടി നടക്കാണ്ട് നമുക്ക് പോവാ. ഈ പാലേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലാണ് അത്രേ. ഇവിടെ ഇപ്പം തിരക്കണ്ട, ഇവിടെ കോളേജ് വിട്ടൊരു ടൈം ആയതുകൊണ്ടേ. എന്നാൽ നിങ്ങൾ വരിക, നമുക്ക് ഇതിലൊക്കെ നടന്നു നോക്കാം, രസമല്ലേ. ഇവിടെയൊക്കെ പല ദേശത്തിലുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ, പല ഡ്രസ്സിലായിട്ടും. കണ്ടോ ഇവരൊക്കെ കളർഫുള്ള് ഡ്രസ്സാണ് അധികം യൂസ് ചെയ്യല്. എൻ്റെ ഇപ്പോൾ പോരി, നമ്മുടെ ബസ് വരാനായി. ബസ് വന്ന് കണ്ടോ നമ്മൾ നാട്ടിലത്തെ അതേപോലെ തന്നെയാണ് ഇവിടെ സ്കൂൾ കുട്ടികളെ തിരക്ക്. ഇവിടുത്തെ ബസ്സിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഇന്ന് ഓരോ നമ്പർ, അതൊക്കെ റൂട്ടിനനുസരിച്ച്, അതാണ് സൗകര്യം അല്ലേ. ഇവിടെ കോളേജ് സ്കൂളൊക്കെ വിട്ട ടൈം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാവും. അപ്പോൾ ഓരോരുത്തർ വിചാരപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോഴൊക്കെ നോക്കുകയാണ്. എന്തായാലും ഓര് പോയിക്കോട്ടെ, നമുക്ക് നമ്മളെ റൂട്ടിന് പോകാം. കമോൺ, നമ്മളെ റൂമെത്താനായി കുറച്ചും കൂടി തന്നാൽ മതി. ആ തിരക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ബസ് വന്നിക്കണതാ കണ്ടോ. ഇതൊക്കെ വേറെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടേ. അപ്പോൾ ഒരു ബസ് ഇപ്പോഴാണ് പോയിട്ടുള്ളൂ. അപ്പോൾ എന്തോ ഒരു തിരക്കല്ലേ എന്താണ്. ഇപ്പോൾ ഈ ബസ്സിന് ഇത്രയും ആൾക്കാർ. ഈ ബസ്സിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ബസ് പോലല്ല, അടിയിൽ നിന്ന് ഉൾപ്പെടെ റോട്ടിൽ നിന്ന് കയറാൻ കണ്ടില്ലേ. ലോ ഫ്ലോർ ബസ്സാണേ, അതൊരു ഭയങ്കര രസമായി കേട്ടോ. അതിൻ്റെ അടിയിൽ ഞാനിവിടെ പാട്ടിനെ കണ്ടു, പാട്ടിനായിട്ട് സംസാരിച്ച് പാട്ടി കേരള ആണ് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ട്. പിന്നെ മലപ്പുറത്താണ് പറഞ്ഞപ്പോൾ തന്നെ മലപ്പുറക്കാർ വേറെ പ്രത്യേകത ഇഷ്ടമാണല്ലോ. പിന്നെ തമിഴ്നാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ആദ്യത്തെ മുൻ മുഖ്യമന്ത്രി ഇല്ലേനോ ജയലളിത, മേഡം കൊടുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിലയാണ്. എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കാം. അതേതായാലും നന്നായി. ഞാൻ പാട്ടിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു. അവിടെ കണ്ടില്ല നിങ്ങൾ കോളേജ്, PSG കോളേജ്. ഇതിൻ്റെ പ്രായം നോക്കി നിങ്ങൾ, അതിന് പരിചയമുണ്ടോ? ഞാനും ഗാന്ധിജി നെഹ്റു ഒക്കെ സ്വാതന്ത്ര്യ സമരം ചെയ്തതിന് അന്നത്തെ കാലത്തെ കോളേജാണിത്. വലിയ പൊടുത്തുണ്ട് നിങ്ങൾക്ക്. ഇവിടെയൊക്കെ എന്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ നാട്ടിൽ നിന്നും ഉണ്ട്. ഓക്കെ, നന്ദി എൻ്റെ പിന്നാലെ പോരിട്ടോ, നമ്മളെ റൂം എത്താനായിട്ടോ. എന്തായാലേ ആകാശം പാലൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. അതിലൊക്കെ നടക്കാൻ തന്നെ ഭയങ്കര രസമാട്ടോ. പണ്ടത്തെ തമിഴ്നാടൊന്നും അല്ല ഇപ്പോൾ, ഒക്കെ നല്ല അടിപൊളിയല്ലേ. ഭയങ്കര ആൾക്കാർക്കും മാറ്റം, നാടുകൾക്കും മാറ്റം, എല്ലാം മാറ്റം, നല്ല അടിപൊളി. ഇവിടെ ഓരോരോ ദിവസം പുരോഗമന പണികളാണ്. ഇനി കണ്ടോണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ 3 മാസം മുന്നേ ഇങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല അടിപൊളി. ആ കമ്പി വേലിയൊക്കെ വെച്ച് അതൊക്കെ പൊളിച്ചിട്ടിരിക്കണം, ഭയങ്കര രസമായി. ഇനിയിപ്പോൾ അടുത്ത 3 മാസം വരുമ്പോൾ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഇതാക്കണം നമ്മളെ റൂമെത്തി വരി. ഇതാ അതിലങ്ങോട്ട് താഴത്തേക്കോട്ട് പോകണം കേട്ടോ, വരി. എന്നോട് പലരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് കോയമ്പത്തൂർക്ക് പോവലെന്നുള്ളത്. ഞാൻ ട്രെയിനിന് വരാം, ബസ്സിന് വരാം. അപ്പം ഞാൻ അതിനൊന്നല്ല വന്നത്. ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ്. കാരണം നിങ്ങൾക്ക് ഇതന്നെ എൻ്റെ ചാർട്ടേഡ് വിമാനം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് രാവിലെ നിർത്തി പോയതാണ്. പൊടി പാറി ആകെ കൊണ്ട് ഇതായിക്കണ്. ഇനി എൻ്റെ റൂം ഇതാക്കണം കേട്ടോ. ഇനി റൂം പോയി കുളിച്ച് ഫ്രഷായി ഒന്നെണ്ണം ഉറങ്ങിയിട്ട് ഒന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങണം ഭക്ഷണമൊക്കെ കഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ. പാതകളിൽ ഊർകളിൽ കൂട
కలామ